ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നമ്മുടെ വിഷുവാണ് വരുന്നത്. വിഷു എന്ന ഏപ്രിൽ 14 തീയതിയാണ്. ഏപ്രിൽ 14 ഞാൻ കുറേ പായസം എൻ്റെ സീരീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. പാലടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ശർക്കര പ്രഥമൻ, അതായത് അടപ്രഥമൻ ശർക്കര ഉപയോഗിച്ചിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കി മിക്ക പായസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെല്ലാവരും ഞാൻ ലിങ്ക് തരാം. ആ ലിങ്കിൽ ഒന്ന് എല്ലാം കണ്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാതരം പായസങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അടപ്രഥമൻ, അതായത് ശർക്കര യൂസ് ചെയ്തിട്ടുള്ള അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിന് ഞാൻ റൈസ് അടാഹട, ഇത് ഏത് കമ്പനിയുടെ ആയാലും അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം തിളപ്പിച്ചത് ഇതിലിട്ട് കേട്ടോ വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. ഇനി അതിൽ ശർക്കര ചേർക്കണം, തേങ്ങാപ്പാൽ ചേർക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ജോലികൾ. അത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ശർക്കര അടപ്രഥമൻ ഉണ്ടാക്കാം. അടപ്രഥമനാണ് അത് കേട്ടോ, പാലടിയല്ല, അടപ്രഥമനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വിഷുവിന് അടപ്രഥമൻ ഉണ്ടാക്കി നോക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അരിയുടെ അതേ നല്ല പോലെ വേവിച്ച് വെച്ചിരിക്കണം ഞാൻ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അട നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടുക. അട വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ. ഇത് 2-ാം പാലാണ്. ഈ 2-ാം പാൽ അത് ഒഴിക്കണം. രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ച് ഇതിൻ്റെ കട്ടയൊക്കെ തീർത്ത് ഇടണം കേട്ടോ. ഇളക്കിയിട്ട് വേണം നമുക്ക് ഇതിൽ കിടന്ന് അട നല്ല പാകമായതിനു ശേഷം വേണം ശർക്കര ചേർക്കാം കേട്ടോ. ഇതാ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് വയ്ക്കണം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ, കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത്, ഇനി കുറച്ച് മുന്തിരിങ്ങ കൂടി വറുക്കണം. അണ്ടിപ്പരിപ്പ് ചോക്കട വരെ വറുക്കണം. നല്ല ഗോൾഡൻ കളറാവുന്ന വരെ വറക്കണം. ഗോൾഡൻ കളറായി. ഇതാ കിസ്മസ് ഇട്ടു. അട തേങ്ങാപ്പാലിൽ കിടന്ന് നല്ല വേവാട്ടോ കേട്ടോ. നല്ല പോലെ വേവണം, നല്ല പോലെ വേവണം അട കിടന്ന്. അരി അടയാണത്. അത് 10 മിനിറ്റ് വെള്ളത്തിലിട്ടതാ, തിളച്ച വെള്ളത്തിൽ. എന്നിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. വീണ്ടും തേങ്ങാപ്പാലിൽ വേവിക്കുക. കിടന്ന് വേവട്ടെ, കിടന്ന് വേവണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ശ്രദ്ധിക്കണം. വലുതാവുണ്ട് കണ്ടോ, പൊങ്ങി വരുന്നുണ്ട്. ചൂടില്ലാത്ത കാരണമായിരുന്നു. ശർക്കര ഉരുക്കി വെച്ചിരിക്കണം. 3/4 കിലോ ശർക്കര കേട്ടോ അതിൽ ഉരുക്കി വെച്ചിരിക്കുന്നത്. മധുരം പാകത്തിന് നമുക്ക് ചേർക്കാം. ഞാൻ ഇളക്കി നോക്കട്ടെ. അരിച്ച് വൃത്തിയായിട്ടുള്ള ശർക്കരയാണ്. ശർക്കര അരിച്ചൊഴിച്ചു. എന്നിട്ട് നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് പാത്രം ഇത്തിരി ചെറുതായി പോയി, സാരില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് കലക്കാൻ പറ്റും. നല്ല പോലെ ഇളക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി വെക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അത് മാത്രമല്ല അതിന് ഒരു യോജിപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് നല്ല പോലെ ഇളക്കണം. ഇനി 1-ാം പാൽ ഒഴിക്കണം. ഏലക്കായ, പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതൊക്കെ ചേർക്കണം. എല്ലാക്കായി ശരിയായി വരും. ഇളകി നല്ല ഫോമിൽ വരും കേട്ടോ പായസം. അപ്പോൾ അടപ്രഥമൻ വരാൻ ശരിയായി തുടങ്ങി. ഉണ്ടാവണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് 1-ാം പാലും കൂടി ചേർത്ത് ചുക്ക്, ജീരകം, ഏലക്കായ, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചേർത്ത് മുന്തിരിങ്ങ ഒക്കെ ചേർക്കാം. ഉഗ്രൻ പ്രഥമനായി അടപ്രഥമൻ. നമ്മുടെ വിഷുവിന് ഇക്കൊല്ലം അടപ്രഥമനാവട്ടെ. ഞാൻ നോക്കി, ഞാൻ മധുരം പാകമാണ്. അതുകൊണ്ടാണ് അത് നല്ല മധുരം. കുറച്ച് ടൈം എടുക്കും. സമാധാനത്തിൽ ഇളക്കുക കേട്ടോ. ഇതിനി ഇരുന്നാൽ നല്ലപോലെ കുറുങ്ങൂട്ടാ. അത് കുറുവ്. അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 1-ാം പാലാണ്. ഇഷ്ടം പോലെ 1-ാം പാലുണ്ട്. ഇത് 1-ാം പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തു, ഞാൻ തീ ഓഫ് ചെയ്തു.
നമുക്ക് വേണ്ടത് ഏലക്കായ, ചുക്ക്, അതുപോലെ ജീരകം, അതെല്ലാം കൂടി പൊടിച്ചതാണ് കേട്ടോ. ഏലക്കായ, ചുക്ക്, ജീരകം അത് ഞാൻ ഇട്ടു, അതിലിട്ടു. ഇനി അത് അരിച്ചിടാനൊന്നും നിന്നില്ല, അങ്ങനെ തന്നെ കൈ കൊണ്ടിട്ടു. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തത് ഇടുക, അത് സ്വാദ് കൂട്ടാനായിട്ട്. ചുക്ക്, ജീരകം, പിന്നെ അതുപോലെ എല്ലാം ചുക്ക് ജീരകമൊക്കെ പൊടിച്ച് ചേർത്തു. ചുക്ക്, ജീരകം, ഏലക്കായ ചേർത്തു. അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് ചേർത്തു. അപ്പോൾ അടപ്രഥമൻ തയ്യാറായി. ശർക്കരയാണ് അതിലിട്ടിരിക്കുന്നത്. നമ്മൾ പാലടയിൽ പാലാണ് ചേർക്കാറ്. ഇത് അടപ്രഥമനല്ല, അടപ്രഥമൻ ശർക്കര കൊണ്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. കൈ ചുട്ടു, അത് കാരണം ഞാൻ അവിടെ വയ്ക്കുന്നു, അല്ലെങ്കിൽ പായസം കൊണ്ട് പോയത്. അത് കാരണം കൊണ്ട് വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സ്വാദ് നോക്കി, നിങ്ങൾക്ക് കുടിച്ചാലും മതി വരില്ല, അത്ര ടേസ്റ്റാണ്. ഇത്തവണത്തെ വിഷുവിന് എല്ലാവരും അടപ്രഥമൻ, അതായത് വിത്ത് ശർക്കര കൊണ്ടുണ്ടാക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് എല്ലാവരും ശ്രമിച്ചു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ എൻകറേജ് ചെയ്യൂ. അത് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷുവിന് ഇതുണ്ടാക്കാൻ നല്ല തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.